ആദ്യമായി ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ജഡ്ജി ഹണി എം വർഗീസ് കോടതി മുറിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. കോടതി മുറിയിലേക്ക് ജഡ്ജി ഹണി എം വർഗീസ് എത്തിയിരിക്കുന്നു. ശിക്ഷാവിധി പ്രസ്താവിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ പ്രതിനിധി കോടതി മുറിക്കുള്ളിലുണ്ട്. കൃത്യമായ വിവരങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഹണി എം വർഗീസ് കോടതി മുറിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ശിക്ഷാവിധി പ്രസ്താവിക്കുന്ന ആദ്യ മിനിറ്റുകളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുടുംബ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതികൾ കോടതിക്ക് മുൻപാകെ ശിക്ഷ പരമാവധി കുറയ്ക്കണം എന്നുള്ള അപേക്ഷയും സമർപ്പിക്കുകയുണ്ടായി. പൾസർ സുനി ബലാത്സംഗം ചെയ്തു എന്നുള്ളത് കോടതി കണ്ടെത്തിയതാണ്. മറ്റ് പ്രതികൾ കണ്ണികളായി തന്നെ ഇവർക്ക് കൂട്ടുനിന്നു. പക്ഷേ ഏത് രീതിയിലായിരിക്കും ശിക്ഷ ഇവർക്കുണ്ടാകുന്നത്? 6 പ്രതികൾക്കും ഒരേ ശിക്ഷയാകുമോ, അതോ അവരവർ ചെയ്ത കുറ്റത്തിന്റെ തോതനുസരിച്ചായിരിക്കുമോ ശിക്ഷ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഥുൻ പറയൂ, ജഡ്ജി എത്തിച്ചേർന്നിരിക്കുന്നു കോടതി മുറിക്കുള്ളിൽ. അതെ, ഇനിയൊരു കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഉടൻ തന്നെ കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കും എന്നുള്ളതാണ്, പ്രസ്താവിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്നത്. ആ പ്രതികളുടെ 1-ാം പ്രതി 2-ാം പ്രതി എന്നുള്ള നിലയ്ക്ക് പ്രതികളെ ഒന്നൊന്നായി ആ ഒരു ക്രമ നമ്പർ അനുസരിച്ച് തന്നെയുള്ള ഒരു പ്രസ്താവത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ആദ്യം അറിയുന്നത് പൾസർ സുനിയുടെ വിധി തന്നെയായിരിക്കും. എന്താണ് പൾസർ സുനിയെ കാത്തിരിക്കുന്ന ശിക്ഷ എന്നത് സംബന്ധിച്ചുള്ള വിവരമായിരിക്കും കാണുന്നത്. ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ കേസിൻ്റെ സെൻസേഷണൽ സ്വഭാവം ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹണി എം വർഗീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന, മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഇതിന് വലിയ സെൻസേഷണലായിരുന്നു, വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിയിരുന്നു, സമൂഹത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതൊന്നും കേസിൻ്റെ വിധിയെ, ശിക്ഷ പ്രഖ്യാപിക്കുന്നതിനെ ബാധിച്ചിട്ടില്ല. അതായത് പൂർണ്ണമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ശിക്ഷ പ്രഖ്യാപനം എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവിച്ചുകൊണ്ടുള്ള ആദ്യത്തെ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിക്കകത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ ആദ്യ വരി ഇതാണ്: ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ കേസിന്റെ 1-ാം പ്രതി പൾസർ സുനിക്ക് 20 വർഷം തടവ്. മിഥുൻ, 1-ാം ശിക്ഷാവിധി പ്രസ്താവിച്ചു. 1-ാം പ്രതി പൾസർ സുനിക്ക് 20 വർഷം തടവ് എന്നുള്ളതാണ്. മിഥുൻ, തുടരൂ. പൾസർ സുനിക്ക് 20 വർഷം തടവ്. മിഥുൻ പറയൂ. ഇപ്പോൾ വന്നിരിക്കുന്ന 20 വർഷം തടവ്, 20 വർഷം തടവ് എന്നുള്ള പൾസർ സുനിക്ക് 20 വർഷം തടവ് എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഈ ശിക്ഷയോടൊപ്പം തന്നെ മറ്റ് ചില കോഴ്സുകൾ കൂടി ഉണ്ടാകും. അതും കൂടി ഇപ്പോൾ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിധി പ്രസ്താവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ കേസിൻ്റെ സെൻസേഷണൽ സ്വഭാവം, മാധ്യമങ്ങളിലടക്കം ഉയർന്നു വന്നിട്ടുള്ള സെൻസേഷണൽ വിഭാഗം ബാധിച്ചിട്ടില്ല. 20 വർഷം തടവ് എന്നുള്ളത് പൾസർ സുനിക്ക് വിധിച്ചിരിക്കുന്നു. 15,000 രൂപ പിഴയും പൾസർ സുനിക്ക് വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 20 വർഷം തടവ് അനുഭവിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഏതാണ്ട് 5 വർഷത്തോളം ഇവർ ജയിലിൽ കഴിയുകയാണ് ഉണ്ടായിരുന്ന. ആ ജയിലിൽ കഴിഞ്ഞ കാലാവധി ഇതിൻ്റെ ഭാഗമാകുമോ? ഈ 20 വർഷത്തിൽ നിന്ന് കുറയ്ക്കുമോ, അതോ ഇനിയും 20 വർഷം തടവിൽ കഴിയേണ്ടി വരുമോ എന്നുള്ള കാര്യമടക്കം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. തുടർന്നുള്ള പ്രഖ്യാപനങ്ങളിൽ അതുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇപ്പോൾ അവർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന, ഇതാ മറ്റ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം തടവ്. അതായത് എല്ലാ പ്രതികൾക്കും ഒരേ തടവ് ശിക്ഷ. എല്ലാ പ്രതികൾക്കും ഒരേ തടവ് തന്നെയാണ്, 20 വർഷം എന്നുള്ള തടവ് തന്നെയാണ്. അതായത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് പൾസർ സുനിക്ക് തുല്യമായ കുറ്റകൃത്യം തന്നെയാണ് ബാക്കി പ്രതികളും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. പ്രതികളുടെ കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ച് ശിക്ഷയിൽ മാറ്റം വരുത്തിയിട്ടില്ല.